നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് പിടികൂടി എത്തിച്ച സ്റ്റേഷന് മുന്നിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് അരങ്ങേറിയത്. കൊലപാതക വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട ആളിന്റെ മക്കളെല്ലാം തന്നെ വലിയ വിമർശനമായിരുന്നു ഉയർത്തിയിരുന്നത്. പിടികൂടിയ ശേഷം വൈദ്യപരിശോധന നടത്തിയ ശേഷം പോലീസ് ഇയാളെ നെന്മാറ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ചെന്താമര പിടിയിലായ വിവരം അറിഞ്ഞ് പ്രതിഷേധവുമായി സ്റ്റേഷൻ പരിസരത്ത് തമ്പടിച്ച നാട്ടുകാർക്കിടയിലൂടെ പ്രതിയെ രാത്രി സ്റ്റേഷനിൽ എത്തിക്കാനും പോലീസ് ഏറെ പ്രയാസപ്പെട്ടു. രോഷാകുലരായ നാട്ടുകാർ പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഏറെ സാഹസികമായാണ് പ്രതിയെ സ്റ്റേഷനിലേക്ക് കയറ്റിയത്. നെന്മാറ സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരുന്ന ജനം പ്രതിയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ ഗേറ്റ് തകർത്തതോടെ നാട്ടുകാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ഇത് സംഘർഷത്തിന് വഴിവെക്കുകയായിരുന്നു. ചെന്താമരയെ സംരക്ഷിക്കാൻ പോലീസ് ജനങ്ങൾക്ക് നേരെ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചു. തുടർന്ന് പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് പൂട്ടി. ലാത്തി ചാർജിൽ അടികൊണ്ടിട്ട് മാറാതിരുന്ന ജനം പെപ്പർ സ്പ്രേയിൽ പിന്തിരിഞ്ഞോടി. നാട്ടുകാർ വൈകാരികമായി പ്രതികരിച്ചതോടെയാണ് ഒടുവിൽ ലാത്തി ചാർജും പെപ്പർ സ്പ്രേ പ്രയോഗവും നടത്തേണ്ടി വന്നതെന്നാണ് പോലീസിന്റെ ന്യായീകരണം. ഒടുവിൽ ഇയാളെ രഹസ്യമായി ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റി. പ്രതിയെ മാറ്റിയതും വളരെ നാടകീയമായിട്ടാണ്. 5 പോലീസ് വാഹനങ്ങൾ നെന്മാറ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച 5 വാഹനങ്ങൾ 5 വഴിയിലൂടെ കൊണ്ടുപോയി. 5 വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രതിയെ നാടകീയമായി ആലത്തൂർ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. മാധ്യമങ്ങളെയും വഴി തിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചു. കൊലപാതകം നടന്ന് 36 മണിക്കൂറിലാണ് ഇന്നലെ ചെന്താമര പിടിയിലാകുന്നത്. പുലർച്ചെ 1:30-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇന്ന് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വീണ്ടും വിധേയമാക്കും. തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് തീരുമാനം. രാപ്പകലുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ചെന്താമരയെ രാത്രി വൈകി പിടികൂടിയത്. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് ഇയാളെ പിടികൂടിയത്. വൈകിട്ട് 7 മണിയോടെ ചെന്താമരയെ മട്ടായി ക്ഷേത്ര പരിസരത്ത് കണ്ടെന്ന വാർത്ത പരത്തതോടെ നാട്ടുകാരും പോലീസും തെരച്ചിൽ തുടങ്ങി. വനമേഖലയിൽ ഉൾപ്പെടെ അരിച്ചു പെറുക്കിയിട്ടും ഇയാളെ കണ്ടെത്താനായില്ല. തുടർന്ന് രാത്രി 9:30-ഓടെ തെരച്ചിൽ നിർത്താൻ പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം നാട്ടുകാർ പിൻവാങ്ങി. എന്നാൽ പ്രതി പോത്തുണ്ടി മലയിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് പൂർണ്ണമായി പിൻവാങ്ങാതെ മലയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള 3 വഴികളിലും മഫ്തി വേഷത്തിൽ മറഞ്ഞു നിന്നു. തെരച്ചിൽ അവസാനിപ്പിച്ചെന്ന് കരുതി ചെന്താമര രാത്രി വൈകി പോത്തുണ്ടി മലയിൽ നിന്ന് ഇയാളുടെ വീടിന്റെ പിന്നിലെത്തുന്ന വഴിയിലൂടെ ഭക്ഷണം കഴിക്കാനെത്തി. അപ്പോഴാണ് ഇയാളെ പിടികൂടിയത്. പിടികൂടിയ ശേഷം ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയ ശേഷം പോലീസ് ഇയാളെ നെന്മാറ സ്റ്റേഷനിൽ എത്തിച്ചു. ഇയാൾ പിടിയിലായ വിവരമറിഞ്ഞ് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി. പ്രതിഷേധവുമായി സ്റ്റേഷൻ പരിസരത്ത് തമ്പടിച്ച നാട്ടുകാർക്കിടയിലൂടെ പ്രതിയെ രാത്രി സ്റ്റേഷനിൽ എത്തിക്കാനും പോലീസ് ഏറെ പ്രയാസപ്പെട്ടിരുന്നു. ഏതായാലും പ്രതിയുടെ മുഖത്തെല്ലാം തന്നെ ഒരു പതർച്ചയില്ലാതെയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതും പോലീസിന് മൊഴി നൽകിയതും. ഏതായാലും ഇന്ന് ബാക്കി നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ.